ശക്തമാകുന്നു. CPM നേതൃത്വത്തിൽ നടക്കുന്ന കുടിൽകെട്ടി സമരത്തിന് വിമാനത്താവള പദ്ധതിയെ എതിർക്കുന്ന വിവിധ സംഘടനകൾ പിന്തുണ നൽകുന്നുണ്ട്. ആറന്മുളയിൽ 232 ഏക്കർ നിലമാണ് വിമാനത്താവള കമ്പനിക്കുള്ളത്. ഇതിൽ 22 ഏക്കർ നിലമാണ് മണ്ണിട്ട് നികത്തിയത്. ഈ മണ്ണിട്ട് നികത്തിയ സ്ഥലത്താണ് ഓരോ ദിവസവും കുടിലുകൾ ഉയരുന്നത്. ആറന്മുള വിമാനത്താവള പദ്ധതിയിൽ 10% ഓഹരിയെടുക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തോടെയാണ് കുടിൽകെട്ടൽ സമരത്തിന് വീര്യം വർദ്ധിച്ചത്. ഇതുവരെ 250ഓളം കുടിലുകൾ പദ്ധതി പ്രദേശത്ത് ഉയർന്നു കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ഭൂരഹിതരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിൽ സജീവമായി പങ്കെടുത്ത CPI, പള്ളിയോട പള്ളിവിളക്ക് സംരക്ഷണ സമിതി, RSS പിന്തുണയുള്ള ആറന്മുള പൈതൃക ഗ്രാമസമിതി പ്രവർത്തകരെല്ലാം CPMന്റെ കുടിൽകെട്ടൽ സമരത്തിന് പരോക്ഷ പിന്തുണ നൽകുന്നു. കുടിൽകെട്ടൽ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആഹാരം എത്തിക്കുവാൻ പള്ളിയോട സംരക്ഷണ സമിതി വീടുകളിൽ നിന്നും ഭക്ഷണ സാമഗ്രികളും മറ്റും പിരിവായി സ്വീകരിക്കുന്നു. എല്ലാ വിഭാഗം ആൾക്കാരുടെയും പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പള്ളിവിളക്ക് അവരുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ സംഭരിച്ച് ഇന്ന് ഇവിടെ 11-ാം തീയതിക്ക് ശേഷം ഇപ്പം സമരം 6 ദിവസം പിന്നിടുകയാണ്. സമരം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഭൂരഹിതരായിട്ടുള്ള പാവങ്ങൾ ഇവിടെ കുടിൽ വെക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 230ഓളം കുടിൽ ഇവിടെ കെട്ടി ഇവിടെ താമസം ആരംഭിച്ചിരിക്കുകയാണ്. ആറന്മുളയിലും ചുറ്റുവട്ടത്തുമുള്ള മെഴുവേലി, മല്ലപ്പുഴശ്ശേരി വില്ലേജുകളിൽ വ്യത്യസ്ത 40 ഇടങ്ങളിലായാണ് വിമാനത്താവള കമ്പനിക്ക് 232 ഏക്കർ നിലമുള്ളത്. ഇതിൽ 22 ഏക്കറാണ് നികത്തിയിരിക്കുന്നത്. ഇവിടെയാണ് കുടിൽ കെട്ടിയത്. ആറന്മുളയിലെ വിമാനത്താവള പദ്ധതി പ്രദേശത്ത് സർക്കാർ ഭൂമി കയ്യേറിയതായും മിച്ചഭൂമിയുണ്ടെന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് CPM കുടിൽകെട്ടൽ സമരം പ്രഖ്യാപിച്ചത്. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചതിനാൽ സമരരംഗത്തുള്ള സംഘടനകൾ മുഴുവൻ കൈകോർക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാവ് BN സുധീരൻ പരസ്യമെത്തി വിമാനത്താവള വിരുദ്ധ സമരം 2ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ മാസം 21-ന് ആറന്മുളയിൽ പ്രസംഗിക്കും. തുടർന്ന് കുടിൽകെട്ടി സമരം ഊർജിതപ്പെടുത്തി സർക്കാരിനെയും കമ്പനിയെയും നേരിടാനാണ് ആറന്മുളയിലെ സമരമുഖത്തുള്ളവർ തയ്യാറെടുക്കുന്നത്. ആറന്മുളയിലെ കുടിലുകൾക്ക് രാഷ്ട്രീയമില്ല. ഇവിടെ കുടിൽ കെട്ടിയവരെല്ലാം തന്നെ ഭൂരഹിതരാണ്. എല്ലാ രാഷ്ട്രീയ സംഘടനകളും സമര സമിതി പ്രവർത്തകരും ഇവിടെ കൈയഴിഞ്ഞ് സഹായം ചെയ്യുന്നു. ക്യാമറമാൻ ബിനോജ് പേഴുമ്പാറയ്ക്കൊപ്പം ഹരിയിലന്തൂർ, സൂര്യനൂർ, പത്തനംതിട്ട. ഒരു വിഭാഗം അനിശ്ചിതകാല പണിമുടക്കിനിടെ